വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച രാവിലെയാണ് കേട്ടോ. അപ്പോൾ അതേപോലെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ആഹിൽ നിന്ന് ക്ലാസ് ഉണ്ട്. ഇന്നലെ അവധിയായിരുന്നു. ഇന്നലെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, അവരുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ പൈപ്പിൻ്റെയൊക്കെ പണി നടക്കുന്നത് കൊണ്ടിട്ട് അവർക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ റെഡിയാക്കുകയാണ്. ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേനും തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ വേവുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പിൻ്റെ അപ്പമാണ് കേട്ടോ. ഗോതമ്പിൻ്റെ അപ്പത്തിൽ കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം ഇങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കും. ഞാൻ വല്ലപ്പോഴേ ഇത് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ, കാരണം ഗോതമ്പിൻ്റെ അങ്ങനെ എല്ലാവർക്കും അത്ര ഇഷ്ടമല്ല. അപ്പോൾ അടുപ്പിച്ച് പുട്ടൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ആണ് ഇങ്ങനെ ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ ഇടിയപ്പോൾ അങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ പത്തിരിപ്പൊടി തീർന്നിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഗോതമ്പ് പൊടിക്ക് തന്നെ എടുത്തത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ 2 പാൻ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ജോലി ചെയ്യുന്നത്. ഞാൻ മാക്സിമം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. നമുക്ക് എളുപ്പത്തിൽ ജോലികൾ തീർക്കാൻ പറ്റുന്ന രീതികളാണ് ഞാൻ നോക്കാറ്. അപ്പോൾ ഇങ്ങനെ 2 പാൻ ഉണ്ടെങ്കിൽ നമുക്ക് ദോശ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുമല്ലോ. നമ്മൾ അധികം നേരം കിച്ചണിൽ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഇതേപോലെ കയ്യിൽ കുറച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് കയ്യിലാക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പരത്തിയെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ അപ്പത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ കൈ ഒന്ന് മുക്കിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് പരത്തിയെടുക്കും കേട്ടോ. നമുക്കിത് കട്ടി കുറച്ചൊക്കെ ഉണ്ടാക്കാം. ഭയങ്കര കട്ടിയായി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും ഇത് വേവാനായിട്ട്. നമ്മൾ ഒന്നാമതിൽ ഫ്ലെയിം കൂട്ടിയൊന്നുമല്ല വെക്കുന്നത്. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകട്ടെ. അപ്പോൾ അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ പതിയെ കിടന്ന് ഇങ്ങനെ നല്ല എന്താ പറയുക, 2 വശവും നല്ലപോലെ മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതേപോലെ തന്നെ ഒരുപാട് ടൈം എടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആവാനായിട്ട് ടൈം എടുക്കുന്നുണ്ട്. നമുക്ക് അപ്പോഴത്തേനും ബാക്കിയുള്ള ജോലികൾ ചെയ്യാം. പിന്നെ ഇനി ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങാക്കോല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുരിങ്ങാക്കോല് സത്യം പറഞ്ഞാൽ ഒരു ജീവനില്ലാത്ത പോലത്തെ ഒരു മുരിങ്ങാക്കോലായിരുന്നു കേട്ടോ. ഞാൻ എടുത്തപ്പോൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് വേഗം ഒന്ന് നന്നാക്കി എടുക്കാം കേട്ടോ. അതും തേങ്ങയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലതാണല്ലോ. അപ്പോൾ അത് വേഗം ഒന്ന് അതിൻ്റെ ആ ഒരു തോലൊക്കെ കളഞ്ഞെടുക്കുകയാണ്. ഒട്ടും തന്നെ വണ്ണമില്ല കേട്ടോ, തീരെ തിന്നായിട്ടുള്ളതാണ് കിട്ടിയത്. അപ്പോൾ തോലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അത്രയും തന്നെ വണ്ണമുള്ളൂ, തീരെ തിന്നായിട്ടുള്ളതാണ് കിട്ടിയത്. അപ്പോൾ അതൊന്ന് വേഗം ഒന്ന് ഇനി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നീളത്തിലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് കേട്ടോ ജോലിയൊക്കെ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി കറി ഉണ്ട്. ഇനിയിപ്പോൾ ആഹിലിന് കൊടുത്തു വിടാനായിട്ട് മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മീൻ വറുക്കലും പിന്നെ ഇതും മാത്രം മതി കറിയായിട്ട്. പിന്നെ അപ്പത്തിനാണെങ്കിൽ ഇന്നലത്തെ പരിപ്പ് കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ജോലിയൊന്നുമില്ല. അതുകൊണ്ടാണ് പതുക്കെ ചെയ്യുന്നത്. പിന്നെ ഈ അപ്പമാണെങ്കിലും കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന ജോലിയാണ്. അപ്പം മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അപ്പവും ഈ മുരിങ്ങാക്കോലും മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് മെയിനായിട്ട് വെക്കാനായിട്ട്. അപ്പം ഞാൻ കലത്തിലാണ് കേട്ടോ ഈ ഒരു മുരിങ്ങാക്കോലിൻ്റെ കറി റെഡിയാക്കാൻ പോകുന്നത്. അതെപ്പോഴും ഞാൻ ഈ മൺചട്ടിയിൽ തന്നെയാണ് കേട്ടോ വെക്കാറ്. എനിക്ക് കുറച്ചും കൂടിയും ഇഷ്ടം മൺചട്ടിയിൽ വെക്കാനാണ്. പിന്നെ നമ്മളുടെ അടുത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള മൺചട്ടികളേ ഉള്ളൂ. അതുകൊണ്ടാണ് മറ്റുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചട്ടിയിൽ മുരിങ്ങാക്കോലിന് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. വെള്ളം വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. വളരെ കുറച്ച് മാത്രം, ഒന്ന് മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രമുള്ള വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അപ്പം കണ്ടോ, ഇതേപോലെ നല്ല മൊരിഞ്ഞ് കിട്ടുന്ന അപ്പമാണ് കേട്ടോ. കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. രാവിലത്തെ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മുരിങ്ങാക്കോല് റെഡി ആയിട്ടുണ്ട്. തേങ്ങയിട്ട് റെഡിയാക്കി എടുത്താണ് കേട്ടോ. പിന്നെ അപ്പം നല്ല മുരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 എണ്ണം കൂടി ഗ്യാസിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ആവും. ഇനിയിപ്പോൾ രാവിലത്തേക്കുള്ള പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ആഹിലിന് കൊണ്ടുപോകാനുള്ള മീൻ വറുത്തതും റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് റൂമിൽ ചെന്ന് നോക്കിയപ്പോഴേക്കാണ് കേട്ടോ ആഹിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു പോകാനായിട്ട്. പക്ഷേ അവൻ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്ത് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 വട്ടം വൊമിറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ഞാൻ ക്ലാസ്സിൽ വിട്ടില്ലായിരുന്നു കേട്ടോ. വെച്ചു ആഹിലിന് ഉച്ചയ്ക്ക് കഞ്ഞിയായിട്ടാണ് കേട്ടോ കൊടുത്തത്. രാവിലെ ആ ഒരു 2-3 വട്ടം വൊമിറ്റ് ചെയ്തുള്ളൂ. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല.
അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നു കേട്ടോ. കാരണം ഈ വൊമിറ്റിങ് കണ്ടപ്പോൾ തന്നെ ഞാനാകെ നെർവസായിപ്പോയി. പിന്നെ ഇതിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ. ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനൊന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ മെയിനായിട്ട് കൊണ്ടുപോയത് അവൻ്റെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൂടിയാണ് കേട്ടോ. കാരണം അതിൽ കുറച്ച് നാളായിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് വരുമായിരുന്നു. ഭയങ്കര തിന്നായി, വെയിറ്റൊക്കെ കുറഞ്ഞു. സാധാരണ ഈ ഒരു ഏജിൽ വെയിറ്റൊക്കെ കുറയുന്നതാണെങ്കിലും അതിനേക്കാളും കൂടുതലായിട്ട് അവൻ്റെ വെയിറ്റ് കുറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഒരു ബ്ലഡ് ചെക്കപ്പും യൂറിനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയി വന്നതിന് ശേഷം വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയതിൽ അപ്പത്തിൻ്റെ പൊടി ബാക്കി ഉണ്ടായിരുന്നു. ഞാൻ കലക്കി വെച്ചത് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി അപ്പം ഉണ്ടാക്കുകയാണ്. പിന്നെ മീൻകറി കുറച്ചിരിക്കുന്നുണ്ട്. പിന്നെ രാവിലത്തെ അല്ല കേട്ടോ, ഇന്നലത്തെ പരിപ്പ് കറി കുറച്ചിരിക്കുന്നുണ്ട്. അതും ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. ഇത് തന്നെ അങ്ങോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് വീട്ടിലില്ല. ഹസ്ബൻഡ് ഫ്രണ്ട് ഗൾഫിലേക്ക് തിരിച്ചു പോവാണ്. നാളെ വെളുപ്പിന് പോവും കേട്ടോ. അപ്പോൾ അത് കാരണം ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് പോയേക്കുവാണ്. ഈ ഒരൊപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ഇഷ്ടംപോലെ സമയം എടുക്കുമല്ലോ ഇത് ആവാനായിട്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാം. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് വേഗം ഒന്ന് കയ്യോടെ കഴുകി വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴുകി അവിടെ എത്തുമ്പോഴത്തേനും അത്യാവശ്യം നമ്മളുടെ അപ്പം റെഡി ആയിട്ടുണ്ടാവും. പാത്രമൊക്കെ വേഗം കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പാത്രം കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടാക്കിയ പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.